എല്ലാവർക്കും എൻ്റെ പിന്നിലാവുന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. പ്രിയപ്പെട്ട കുട്ടികളെ, ഞാൻ നിങ്ങളുടെ മുംതാസ് ടീച്ചർ. ഇന്ന് ടീച്ചർ എടുക്കാൻ ഉദ്ദേശിക്കുന്നത് 10ാം ക്ലാസ്സിലെ അടിസ്ഥാന പാഠാവലിയിലെ 1ാമത്തെ അധ്യായമാണ്. അത് 1ാമത്തെ അധ്യായത്തിന് കൊടുത്തിരിക്കുന്ന പേര് ജീവിതം പടർത്തുന്ന വേരുകൾ. ഈ ജീവിതം പടർത്തുന്ന വേരുകൾ എന്നുള്ളത് 1ാമത്തെ അധ്യായത്തിൻ്റെ ആമുഖമായിട്ട് കൊടുത്തിരിക്കുന്ന ഒരു കൊച്ചു മിനി കഥയാണ്. അപ്പോൾ അത് നമുക്ക് ആദ്യം ആശയം പറയാം. അതിനു മുമ്പായിട്ട് ടീച്ചർ ഒന്ന് പറയട്ടെ. ഈ യൂണിറ്റിൽ 3 പാഠങ്ങളാണ് കൊടുത്തിട്ടുള്ളത്. തകഴി ശിവശങ്കരപ്പിള്ളയുടെ രണ്ടിടങ്ങഴിയിലെ ഒരു നോവലിൻ്റെ ഒരു ഭാഗമായ പ്ലാവിലക്കഞ്ഞി എന്നുള്ള പാഠം, രണ്ടാമത് UA കുമാരൻ്റെ ഓരോ വിളിയും കാത്തുന്നുള്ള കഥ, മൂന്നാമത് റഫീഖ് അഹമ്മദ് എഴുതിയ അമ്മത്തൊട്ടിൽ എന്ന കവിത. ഇങ്ങനെ 3 പാഠങ്ങളാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ അതിന് ആദ്യം പ്ലാവിലക്കഞ്ഞി എന്നുള്ള പാഠം എടുക്കുന്നതിന് മുമ്പായിട്ട് നമുക്ക് ജീവിതം പടർത്തുന്ന വേരുകൾ എന്നുള്ള അതിൻ്റെ ഡി വിനയചന്ദ്രൻ എഴുതിയ മിനി കഥ പോലെയുള്ള അതിലേക്ക് ആശയത്തിലേക്ക് നമുക്കൊന്ന് പോകാം. അതിന് നമുക്ക് ടെക്സ്റ്റിൽ തന്നെ ഒന്ന് വായിച്ച് മനസ്സിലാക്കാം. എല്ലാവരും ടീച്ചർ എപ്പോഴും പറയുന്നത് പോലെ ടെക്സ്റ്റും നോട്ടും പേനയും ഒക്കെ എടുത്തു വയ്ക്കുക. ടീച്ചർ വായിക്കാം. കുട്ടി അമ്മയോട് ചോദിച്ചു, ഈ വൃക്ഷങ്ങളൊക്കെ വീഴാതെ നിൽക്കുന്നല്ലോ, അവയ്ക്ക് ഭൂമിയിൽ വേരുണ്ട്, അതുകൊണ്ട് ഉറച്ചു നിൽക്കുന്നു. അമ്മ പറഞ്ഞു. അപ്പോൾ നമ്മുടെ വേരുകളോ? അതും ഈ അമ്മയായ ഭൂമിയിൽ തന്നെ. അപ്പോൾ അമ്മ പറഞ്ഞു, അതും ഈ അമ്മയായ ഭൂമിയിൽ തന്നെ. വേരുകൾ എന്നുള്ളതിൽ നിന്ന് ഡി വിനയചന്ദ്രൻ എഴുതിയ വേരുകൾ എന്നുള്ളതിലുള്ള ഭാഗമാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ കുട്ടി അമ്മയോട് എന്താ ചോദിച്ചത്? അമ്മേ, ഈ വൃക്ഷങ്ങളൊക്കെ വീഴാതെ നിൽക്കുന്നുണ്ടല്ലോ, അത് വീഴാതെ നിൽക്കാൻ കാരണം എന്താണ്? ഈ വേരുകൾ, ഈ വൃക്ഷങ്ങളുടെ വേരുകൾ ഈ ഭൂമിയിൽ തന്നെ ആഴ്ന്നു പോകുന്നത് കൊണ്ടാണ് എന്ന് അമ്മ പറഞ്ഞു. വേരുകളാണ് വൃക്ഷങ്ങളെ ഉറപ്പിച്ചു നിർത്തുന്നത്. അപ്പോൾ കുട്ടി വീണ്ടും ചോദിച്ചു, അപ്പോൾ നമ്മുടെ വേരുകളോ? അപ്പോൾ അതും ഈ അമ്മയായ ഭൂമിയിൽ തന്നെ. അപ്പോൾ ഇതിൽ നിന്ന് നമ്മളൊരു ചെറിയ കാര്യമാണെങ്കിൽ ഇതിൽ നിന്നൊരു വലിയ ആശയമാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ നമ്മുടെ എല്ലാം അമ്മയാണ് ഭൂമി. ഈ ഭൂമി എന്നുള്ളത് ഒരമ്മയായി സങ്കല്പിക്കുകയാണെങ്കിൽ വൃക്ഷങ്ങളെല്ലാം അതിൻ്റെ മക്കൾ എന്ന് നമ്മൾ പറയേണ്ടി വരും. ഭൂമിക്കൊരു ചരമഗീതം എന്നുള്ള കവിത ONV കുറിപ്പ് എഴുതി വച്ചിട്ടുണ്ട്. വളരെ മനോഹരമായ കവിതയാണ്. ഭൂമിയെക്കുറിച്ച് ആദ്യം വളരെ നല്ല സന്തോഷം നിലനിൽക്കുന്ന കവിത എഴുതിയ ONV കുറിപ്പ് അവസാനം ഭൂമിക്കൊരു ചരമഗീതം എഴുതേണ്ടി വന്നു. കാരണം ഈ വൃക്ഷങ്ങളെല്ലാം നശിപ്പിക്കപ്പെട്ട് ഭൂമി ഇങ്ങനെ സൗരമണ്ഡല പെടുവഴിയിലൂടെ മുണ്ടിത ശിരസ്കിയായി പോകുന്ന കാഴ്ച. ധാരാളം വരികളുണ്ട് ആ കവിതയിൽ. അപ്പോൾ ഭൂമിയിലെ വൃക്ഷങ്ങൾ നശിപ്പിക്കപ്പെട്ട അവസ്ഥയെക്കുറിച്ചാണ് അവിടെ പറയുന്നത്. ഇവിടെ നമ്മുടെ ഭൂമിയിലുള്ള ഈ വൃക്ഷങ്ങളുടെ വേരുകളെല്ലാം തന്നെ ഈ അമ്മയായ ഭൂമിയിൽ ഉറച്ചു നിൽക്കുന്നു. അതുപോലെ തന്നെ അപ്പോൾ കുട്ടി ചോദിക്കാം, അപ്പോൾ ഈ വേരുകളെല്ലാം മണ്ണിൽ ഉറച്ചു നിൽക്കുന്നത് കൊണ്ടാണ് വൃക്ഷങ്ങളൊന്നും മറന്നു പോകാതെ നിൽക്കുന്നത് തന്നെ. അപ്പോൾ കുട്ടി ചോദിക്കണമെങ്കിൽ നമ്മുടെ വേരുകളോ? അപ്പോൾ അമ്മ പറഞ്ഞു കൊടുത്തു, നമ്മുടെ വേരുകളും അമ്മയായ ഈ ഭൂമിയിൽ തന്നെയാണ്. അപ്പോൾ ഒരു കുടുംബം എന്നത് അമ്മ, അച്ഛൻ, മക്കൾ. അപ്പോൾ ഇങ്ങനെയാണ് പോകുന്നത്. അപ്പോൾ അമ്മയിൽ നിന്നാണ് സന്താനങ്ങൾ ഉണ്ടാകുന്നത്. ആ സന്താനങ്ങളെല്ലാം വളർന്ന് പടർന്ന് പന്തലിച്ച് ഇങ്ങനെ കുടുംബങ്ങളായി കൂടുതലായാണ് ഈ ഭൂമിയിലെ നിലനിൽപ്പ് തന്നെ. അതുപോലെ വൃക്ഷങ്ങളും നമ്മുടെ ഈ ഭൂമിയിലാണ് ഉറച്ചു നിൽക്കുന്നത്. അപ്പോൾ ജീവിതം എന്നത് ഒരു വലിയ വിശാലമായ ഒരു പ്രപഞ്ചമാണ്. അതിൽ നമ്മളെല്ലാ മനുഷ്യരും ഒത്തൊരുമയോടെ ഒരുമിച്ച് ജീവിക്കുന്നത് പോലെ തന്നെ ഈ ഭൂമിയിലെ വൃക്ഷങ്ങളും ഉറച്ച് നിൽക്കുകയാണ്. അപ്പോൾ നമ്മുടെ അമ്മയുടെ മക്കൾ എന്ന പോലെ ഭൂമിയായ അമ്മയുടെ മക്കളായ നമ്മുടെ വേരുകളും ഈ ഭൂമിയിൽ തന്നെയാണ്. അപ്പോൾ എല്ലാത്തിനും വിളനിലം എന്നുള്ളത് ഭൂമി തന്നെയാണ്. എല്ലാം അടിസ്ഥാനമായി ഉറച്ചു നിൽക്കുന്നതും ഈ ഭൂമിയിൽ തന്നെയാണ്. നമ്മുടെ ജീവിതവും ഈ ഭൂമിയിൽ തന്നെയാണ് നിലനിൽക്കുന്നത് എന്നുള്ള ഒരു ആശയം, വലിയ ആശയം ഇതിൽ പറഞ്ഞെടുക്കാമെങ്കിലും കുട്ടികളായ നിങ്ങൾക്ക് നമ്മളെ എപ്പോഴും ടീച്ചർ പറയാറുണ്ട്, നിങ്ങളുടെ ലെവലിനനുസരിച്ചുള്ള ഒരു ആശയം മനസ്സിലാക്കി വയ്ക്കുന്നതാണ് നല്ലത്. അപ്പോൾ നമുക്ക് ഈ പാഠത്തിൻ്റെ ഈ കഥ നമ്മോട് പറയുന്നത് എന്തെല്ലാം എന്നൊരു ചോദ്യം ഇതിൽ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഭൂമിയിലാണ് ജീവിക്കുന്നതെന്നും നമ്മുടെ എല്ലാ വഴികളും ഈ ഭൂമിയിൽ തന്നെയാണ്. നമ്മുടെ വേരുകളെന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത് കുടുംബ ബന്ധങ്ങളാണ്. എല്ലാവരും ഒരുമിച്ചാണ് ഈ ഭൂമിയിൽ ജീവിക്കുന്നത് എന്നുള്ള ആശയം നമ്മൾ മനുഷ്യരായ നമ്മളിൽ എത്തുക. വൃക്ഷങ്ങളെല്ലാം ഉറച്ചു നിൽക്കുന്നത് ഈ വേരുകൾ ഭൂമിയിലേക്ക് ആഴ്ന്നിറങ്ങുന്നത് കൊണ്ടാണ് വൃക്ഷങ്ങൾ ഉറച്ചു നിൽക്കുന്നത്. വൃക്ഷങ്ങൾക്ക് ഇവിടെ സ്ഥിരമായിട്ട് നിലനിൽക്കാൻ കഴിയുന്നത്. നല്ലൊരു കാറ്റോ മഴയോ വെള്ളപ്പൊക്കമോ ഒക്കെ വന്നു കഴിഞ്ഞാൽ ഇതെല്ലാം പെട്ടെന്ന് തന്നെ നശിച്ചു പോകും. അപ്പോൾ
അപ്പോൾ അങ്ങനെയുള്ള ആശയം നിങ്ങൾ എഴുതിയാൽ മതി. വൃക്ഷങ്ങളുടെ ആ ഒരു നിലനിൽപ്പും നമ്മുടെ മനുഷ്യരായ നമ്മൾ ഈ ഭൂമിയിൽ നിലനിൽക്കുന്ന കാര്യത്തെക്കുറിച്ചൊന്ന് സൂചിപ്പിച്ച് പോയാൽ മതിയാകും. ഇത് ചിലപ്പോൾ 2 മാർക്കിനോ 4 മാർക്കിന് ചോദിക്കാം, 2 മാർക്കിനും ചോദിക്കാം. ചെറിയ ആശയമാണെങ്കിൽ ഇന്ന് 2-3 ആശയം മാത്രം നമ്മൾ കുറിച്ച് പോയാൽ മതിയാകും. അപ്പോൾ ഇനി നമുക്ക് ആദ്യത്തെ പാഠമായ തകഴി ശിവശങ്കരപിള്ള എഴുതിയ രണ്ടിടങ്ങഴി എന്ന നോവല് എഴുതിയത് തകഴി ശിവശങ്കരപിള്ളയാണ്. അതിലെ ആ നോവലിലെ ഒരു ഭാഗമായിട്ടാണ് ആദ്യത്തെ പാഠം രാവിലെ കഞ്ഞി എന്ന് കൊടുത്തിരിക്കുന്നത്. അതിലെ കഥ ഈ നമ്മുടെ പാഠപുസ്തകത്തിൽ തന്നെ ചുരുക്കി ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമുക്കെപ്പോഴും ഒരു പാഠം പഠിക്കുമ്പോൾ നമ്മൾ ആ പാഠം തന്നെ നന്നായിട്ട് വായിച്ച് മനസ്സിലാക്കി പഠിക്കുന്നതാവും ഏറ്റവും നല്ലത്. കാരണം എങ്കിലേ നിങ്ങൾക്കത് മനസ്സിലാവും. നമുക്ക് ഇടയ്ക്കിടയ്ക്ക് വരച്ചിടാനുണ്ട്, ചിലപ്പോൾ പാഠങ്ങളുടെ ഇടയിൽ നിന്നായിരിക്കും ചോദ്യങ്ങൾ ചോദിക്കുക. അതുകൊണ്ട് തന്നെ പാഠം വ്യക്തമായിട്ട് മനസ്സിലാക്കി വേണം പഠിച്ചു പോകാം. അപ്പോൾ ആദ്യം നമുക്ക് തകഴി ശിവശങ്കരപിള്ളയെ കുറിച്ചുള്ള ഒരു കാര്യം നമുക്കിത് നമ്മളെ ടെക്സ്റ്റിൻ്റെ ബാക്കിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. അത് തന്നെ നമുക്ക് ധാരാളം മതിയാവും അദ്ദേഹത്തെക്കുറിച്ചുള്ള ഒരു മുന്നറിയിപ്പ്. അപ്പോൾ ജ്ഞാനപീഠ പുരസ്കാരം നേടിയ നോവലിസ്റ്റാണ് അദ്ദേഹം. ആലപ്പുഴ ജില്ലയിലെ തകഴിയിൽ ജനിച്ചു. വക്കീലായിരുന്നു. കുട്ടനാടിൻ്റെ കഥാകാരനാണ്. മാനസിക അപഗ്രഥനത്തിലൂന്നിയ ചെറുകഥകളൊക്കെ എഴുതി സമൂഹത്തിലെ വിവിധ തലങ്ങളിലെ മനുഷ്യരുടെ ജീവിതം പ്രമേയമാക്കി നോവലുകൾ എഴുതിയിട്ടുണ്ട്. തിരുവനന്തപുരത്തെ സർക്കാർ ഉദ്യോഗസ്ഥരുടെ ജീവിതം ഏണിപ്പടികളിലും കുട്ടനാട്ടിലെ കർഷകരുടെ ജീവിതം കയർ, രണ്ടിടങ്ങഴി എന്നീ നോവലുകളിലും മത്സ്യത്തൊഴിലാളികളുടെ ജീവിതം ചെമ്മീനിലും ആലപ്പുഴ പട്ടണത്തിലെ തോട്ടികളുടെ ജീവിതം തോട്ടിയുടെ മകൻ എന്ന നോവലിലും അദ്ദേഹം ചിത്രീകരിച്ചു. തോറ്റില്ലാതെ നാടകം, എൻ്റെ വക്കീൽ ജീവിതം, ഓർമ്മക്കുറിപ്പുകൾ, ഘോഷയാത്ര, അടിയൊഴുക്കുകൾ, തെരഞ്ഞെടുത്ത കഥകൾ തുടങ്ങിയവയാണ് മറ്റു പ്രധാന കൃതികൾ. കേരള സാഹിത്യ അക്കാദമി അവാർഡുകളും അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് തന്നെ തകഴി ശിവശങ്കരപിള്ളയെക്കുറിച്ചുള്ള ഒരു അറിവ് ഇത്രയും തന്നെ ധാരാളമാണ്. ജ്ഞാനപീഠ പുരസ്കാരം കിട്ടി. 3ാമത് ജ്ഞാനപീഠ പുരസ്കാരം കിട്ടിയത് നമ്മുടെ തകഴിക്കാണ്. 1912 1999 അദ്ദേഹത്തിൻ്റെ ജനനവും മരണത്തീയതിയും കൊടുത്തിട്ടുണ്ട്. അതും നന്നായിട്ട് മനസ്സിലാക്കിയാൽ മതി. അപ്പോൾ ഏണിപ്പടികളൊക്കെ സിനിമയാക്കി പല നോവലുകളും അദ്ദേഹത്തിൻ്റെ പല നോവലുകളും സിനിമയാക്കിയിട്ടുള്ളതാണ്. ചെമ്മീൻ സിനിമയാണ്, നിങ്ങൾക്കെല്ലാം അറിയാവുന്നതാണ്, പ്രസിദ്ധമായ സിനിമയാണ്. പിന്നെ ഏണിപ്പടികൾ, തോട്ടിയുടെ മകൻ, ഇങ്ങനെ ധാരാളം നോവലുകൾ. രണ്ടിടങ്ങഴി അദ്ദേഹത്തിൻ്റെ സിനിമയാക്കിയിട്ടുണ്ട്. രണ്ടിടങ്ങഴി സിനിമയാക്കിയിട്ട് ടീച്ചറിൻ്റെ ചെറിയ കാലത്തുള്ള ക്ലാസ്സുകളൊക്കെ ഇങ്ങനെ സ്കൂളുകളിൽ നിന്ന് സിനിമയ്ക്ക് കൊണ്ടുപോകാറുണ്ടായിരുന്നു. അന്ന് രണ്ടിടങ്ങഴി സിനിമ ഞങ്ങളെ കാണിക്കാൻ കൊണ്ടുപോയിട്ടുണ്ട് ചെറിയ കാലത്ത്. അന്നൊന്നും ആ കഥയുടെ ആശയമൊന്നും അത്ര മനസ്സിലായിട്ടില്ല. പിന്നെ നമ്മൾ ഇതിനു മുമ്പ് ദശപുഷ്പങ്ങൾ എന്ന് പറഞ്ഞിട്ട് അടിസ്ഥാന പാഠാവലിയായിട്ട് കുട്ടികൾക്ക് പഠിക്കാൻ കൊടുത്തിരുന്നതിൽ വെള്ളപ്പൊക്കത്തിൽ എന്നുള്ള ഒരു കഥയുണ്ടായിരുന്നു തകഴിയുടെ. അന്ന് കുട്ടനാട്ടിലെ ആ വെള്ളപ്പൊക്കത്തിൻ്റെ ആ ഒരു തീവ്രത എത്രമാത്രമെന്ന് ആ കഥ വായിച്ചാൽ മനസ്സിലാവും. അത് കിട്ടുകയാണെങ്കിൽ നിങ്ങളൊന്ന് വായിച്ച് മനസ്സിലാക്കാം. ഇനി നമുക്ക് ആ പ്ലാവിലക്കഞ്ഞി എന്നുള്ള പാഠത്തിലേക്ക് പോകാം. അതിനു മുമ്പ് അതിൻ്റെ കഥ ഒരു ചെറിയ വിവരണം, രണ്ടിടങ്ങഴി എന്ന നോവലിൽ ഒരു ചെറിയ, അല്ലെങ്കിൽ ആ കഥ തന്നെ ഇതിൽ നമുക്ക് പഠിക്കാനുള്ള ഭാഗത്ത് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ചെറിയ ആശയം കൊടുത്തിട്ടുണ്ട്. അത് നമുക്ക് വായിച്ച് മനസ്സിലാക്കാം. തകഴി ശിവശങ്കരപിള്ളയുടെ രണ്ടിടങ്ങഴി എന്ന നോവലിലെ കേന്ദ്ര കഥാപാത്രങ്ങളാണ് കോരനും ചിരുതയും ചാത്തനും. കോരൻ്റെയും ചിരുതയുടെയും വിവാഹം നടന്നു. വിവാഹ ദിവസത്തിലുണ്ടായ ചില തർക്കങ്ങളാൽ കോരന് സ്വന്തം വീട് ഉപേക്ഷിക്കേണ്ടി വന്നു. തൻ്റെ സുഹൃത്തായ കുഞ്ഞാപ്പിയുടെ കുടിലിനോട് ചേർന്ന് ഒരു ഭാഗം മറച്ചു കെട്ടി താമസിക്കുകയാണ് അവർ. പുഷ്പവേലിയിൽ ഔസേപ്പ് മുതലാളിയുടെ പാടത്ത് പണിയെടുക്കുന്ന കോരനെ കഠിനമായി അധ്വാനിച്ചിട്ടും ഒരു നേരത്തെ ആഹാരത്തിനുള്ള നെല്ലോ പണമോ ലഭിക്കുന്നില്ല. കൊടിയ ദാരിദ്ര്യത്തിലാണ് അവരുടെ ജീവിതം. ആ ജീവിതാവസ്ഥയുടെ ചിത്രീകരണമാണ് നമുക്ക് കൊടുത്തിരിക്കുന്ന പാഠഭാഗം എന്നുള്ളത്. അപ്പോൾ കല്യാണം, കോരനും ചിരുതയും ചാത്തനും 3 കഥാപാത്രങ്ങൾ അതിലുണ്ട്. ചാത്തനും ചിരുതയെ വിവാഹം കഴിക്കാനായിട്ട് ആഗ്രഹിച്ചിരുന്ന കൂട്ടത്തിലാണ് അവസാനം കോരനാണ് അവളെ വിവാഹം കഴിക്കുന്നത്. അപ്പോൾ അന്ന് അവരുടെ വിവാഹ ദിവസത്തിലുണ്ടായ ചെറിയ തർക്കത്തെ തുടർന്ന് അച്ഛനോട് പിണങ്ങിയിട്ട് കോരൻ ചിരുതയും കൊണ്ട് കൂട്ടുകാരനായ കുഞ്ഞാപ്പിയുടെ സ്ഥലത്തേക്ക് വന്ന് അവിടെ അയാളുടെ കുടിലിനോട് ചേർന്ന് ഒരു കുടിൽ വെച്ചാണ് താമസിക്കുന്നത്. അപ്പോൾ ആ ഭാഗമാണ് നമുക്ക് പഠിക്കാൻ തന്നിരിക്കുന്ന പ്ലാവിലക്കഞ്ഞി എന്നുള്ള പാഠം. അപ്പോൾ നമ്മൾ ഈ കഥ മുഴുവനും വായിക്കണം എന്നുള്ള കുട്ടികൾ നമ്മൾ സ്കൂൾ ലൈബ്രറിയിലൊക്കെ പുസ്തകം രണ്ടിടങ്ങളിലൊക്കെ ഉണ്ടാവും. അതൊക്കെ എടുത്ത് കുറച്ച് നമുക്ക് വായിച്ച് നിങ്ങൾ മനസ്സിലാക്കണം. അപ്പോൾ ടീച്ചർ ഇതിൽ ചുരുക്കിയുള്ള ആശയത്തിൽ നിന്നാണ് പറഞ്ഞു പോകുന്നത്. അപ്പോൾ നമുക്ക് ആ പാഠം വായിക്കാം. പ്ലാവിലക്കഞ്ഞി. കഞ്ഞി കുടിച്ചിട്ടുണ്ടാവുമല്ലോ എല്ലാവരും.
പ്ലാവിലയിൽ കോരി കുടിച്ചിട്ടുണ്ടാവില്ല അല്ലേ? അതൊന്ന് കുടിച്ച് നോക്കണം. നല്ല മണമാണ്, പ്ലാവിലയുടെ മണം കിട്ടും. ശരി, പാഠത്തിലേക്ക് പോകാം. പുഷ്പവേലിൽ ഔസേപ്പിന് 1 ഏക്കർ നിലം നികത്തി പുരയിടമാക്കാനുണ്ട്. അദ്ദേഹത്തിൻ്റെ ഇക്കൊല്ലത്തെ ഒരു പ്രധാന ജോലിയാണത്. അദ്ദേഹത്തിൻ്റെ ഓരോ വേലക്കാരനും ഓരോ വള്ളവും കൊടുത്ത് ആ വലിയ ജോലി ആരംഭിച്ചു. വേലക്കാർ കുറേ പേരുണ്ട്. പിന്നെ ഔസേപ്പ് മുതലാളിക്ക് 1 ഏക്കർ നിലം എന്ന് പറയുന്നത് എന്താണ്? വയൽ, പാടം അല്ലേ? പാടം എല്ലാവരും കണ്ടിട്ടുണ്ടല്ലോ. അപ്പോൾ അതിനെ നികത്തിയിട്ട് അതിനെ പുരയിടമാക്കിയിടണം. വെറുതെ പുരയിടമാക്കി വേറെ ഉപയോഗത്തിന് ഇടണം എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ചിന്ത. അതുകൊണ്ട് തന്നെ കുറേ ജോലിക്കാരെ ആ വലിയ ജോലി ഏൽപ്പിച്ചിരിക്കുകയാണ്. ആദ്യത്തെ ദിവസം കട്ടക്കുത്ത് കഴിഞ്ഞ് കൂലിക്കായി വേലക്കാർ എല്ലാവരും കൂടി പുഷ്പവേലിയിൽ ചെന്നു. ആളൊന്നൊക്കെ 3/4 രൂപ വീതം കൂലി കൊടുത്തു. അപ്പോൾ ആദ്യത്തെ ദിവസം ഈ നിലം കട്ടക്കുത്തെന്ന് പറഞ്ഞാൽ നിലം അങ്ങ് നികത്തുന്ന ആ ജോലി. അപ്പോൾ അത് കുറേ ഭാഗം വീതമാണ് ചെയ്യുന്നത്. 1 ഏക്കർ ഉണ്ടല്ലോ, 100 സെൻറ്റ് ഉണ്ട്. അപ്പോൾ പിന്നെ കുറേ ഭാഗം വെച്ചാണ് അവർ ചെയ്ത് തീർക്കുന്നത്. എന്നിട്ട് ആദ്യത്തെ ദിവസം കൂലിക്കായിട്ട് വരിയായി ചെന്നു. ആളൊന്നൊക്കെ 3/4 രൂപ വീതം. 3/4 രൂപ എന്ന് പറയുമ്പം ഒരു 75 എന്നുള്ള ഒരു 100 പൈസയാണല്ലോ 1 രൂപ എന്നുള്ളത്. ഇവിടെ 3/4 രൂപയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ടീച്ചറിൻ്റെ ചെറിയ കാലത്തൊക്കെ അരയണ എന്ന് പറഞ്ഞാൽ 8 അണ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട്. 8 അണ എന്ന് പറഞ്ഞാൽ 50 പൈസയാണ്. അതൊക്കെ എനിക്കറിയാം. അന്ന് ആ കാലത്ത് ഇങ്ങനെ 8 അണ എന്ന് പറഞ്ഞിട്ട് 50 പൈസ തരും. അങ്ങനെ എനിക്ക് ഓർമ്മയുണ്ട്. അപ്പോൾ ഇവിടെ 3/4 രൂപ വീതമാണ് ഇവർക്കുള്ള കൂലി. അപ്പോൾ അന്ന് അത്രയ്ക്കും ആ 3/4 രൂപയ്ക്ക് വാല്യൂ ഉണ്ട് അല്ലേ, വിലയുണ്ട് അതിനന്ന്. അപ്പോൾ കോരന് അന്നത്തെ അത്താഴത്തിന് നെല്ല് കൊണ്ട് ചെന്നെങ്കിലേ ഉള്ളൂ. നെല്ല് കൊണ്ട് ചെന്നാലേ അന്ന് അത്താഴത്തിന് കോരന് കഞ്ഞി ഉണ്ടാക്കാൻ പറ്റുകയുള്ളൂ. 1 മണി അരി അവൻ്റെ തറയിലില്ല, അവൻ്റെ കുടിലിലില്ല. അവന് നെല്ല് കൂലി കിട്ടിയേ മതിയാകും. കോരൻ പറഞ്ഞു, തമ്പ്ര ഏന് നെല്ല് കൂലി മതി, ചക്രം വേണ്ട, ഏന് നെല്ല് മതി തമ്പ്ര. ഒരു വാക്കുകൊണ്ട് ഔസേപ്പ് ആ അപേക്ഷയെ നിഷേധിച്ചു. എന്താ? നെല്ലില്ല, പിശാചുക്കൾ നെല്ല് കൊണ്ട് ചെന്ന് വല്ല വീടുകയിലും പെട്ട വിലയ്ക്ക് കൊടുക്കാനാണ്. അപ്പോൾ പെട്ട വിലയ്ക്ക് കണ്ട വിലയ്ക്ക് കൊണ്ടുപോയി വല്ല വീടുകയിലും കടയിലും കൊണ്ടുപോയി വിൽക്കാനാണ്. ഇവിടെ നെല്ലൊന്നും ഇല്ല എന്ന് പറഞ്ഞു. അല്ല തമ്പ്ര, അത്താഴ കരിക്കാടിക്ക, അല്ല തമ്പ്ര അത്താഴത്തിന് കഞ്ഞി ഉണ്ടാക്കാൻ, അത്താഴ കരിക്കാടി എന്ന് പറഞ്ഞാൽ കഞ്ഞി ഉണ്ടാക്കാനാണ് തമ്പ്ര. പോ അട്ടിവിട്ടു. മറ്റു വേലക്കാർ ഒന്നും പറയാതെ വള്ളത്തിൽ കയറി. കോരൻ തന്നെ അവിടെ നിന്നത് കൊണ്ട് എന്ത് പ്രയോജനമാണ്? ഒന്നുമില്ല. അവന് പോയി. അവൻ മാത്രം അവിടെ നിന്നിട്ട് ഒരു കാര്യമില്ലല്ലോ. കിട്ടിയ 3/4 രൂപയും വാങ്ങിയിട്ട് പോകേണ്ടി വന്നു. അന്ന് പാതിരാവരെ കോരൻ ആ ചക്രവും മടിയിലിട്ട് അരി അന്വേഷിച്ച് വള്ളത്തിൽ ഊന്നി നടന്നു. അങ്ങനെയാണല്ലോ, വള്ളത്തിലാണ് കൂടുതലും, ചെറിയ വള്ളങ്ങളാണ് അവരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോകുന്നത്. അപ്പോൾ പീടികകളിലും വീടുകളിലും ചെന്ന് ചോദിച്ചു. വള്ളത്തിൽ തന്നെ എല്ലായിടത്തും അരിയുണ്ട്, പക്ഷേ ഇടങ്ങഴി അരിക്ക് 1.5 രൂപ കൊടുക്കണം. ഇടങ്ങഴി അരിക്ക് 1.5 രൂപ കൊടുത്താലേ കിട്ടുകയുള്ളൂ. ആ വില കൊടുത്ത് എങ്ങനെ വാങ്ങിയാലും 2 അരി കൊണ്ട് മതിയാകുമോ? 2 അരി വെച്ചാൽ 2 നാഴി, 4 നാഴി. അപ്പോൾ ആ അരി കൊണ്ട്, ഈ 2 നാഴി അരി കൊണ്ട് ഒന്നും ആകില്ല. ഇന്നിപ്പോൾ 1 നാഴി അരി ഇട്ടാൽ പോലും ആളുകൾക്ക് തിന്നാൻ വയ്യാത്ത കാലത്താണ് അന്ന് 2 നാഴി അരി ഇട്ടാലും 2 പേർക്കും തിരിയില്ല എന്നുള്ള തോന്നൽ വന്നിരിക്കുന്നത്. അന്ന് അത്രയ്ക്കും വിശപ്പുണ്ടായിരുന്നു. കാരണം അധ്വാനിക്കുന്നവന് വിശപ്പുണ്ടാവും. ഇന്ന് അധ്വാനിക്കില്ലല്ലോ, അതുകൊണ്ട് തന്നെ ആളുകൾക്ക് വിശപ്പുമില്ല. അപ്പോൾ കൈനകരി മുഴുവൻ രാത്രിയിൽ ഊന്നി നടന്നപ്പോൾ രാത്രിയുടെ കൂരിരുട്ടിൽ നടക്കുന്ന ചില വൻ വ്യാപാരങ്ങൾ കോരൻ കണ്ടു. ശ്രദ്ധിക്കുക, ഇവിടെ ഈ ഇങ്ങനെയുള്ള വരികളൊക്കെ ഒന്ന് വരച്ചിട്ടാൽ മതി, നമുക്ക് ആവശ്യം വരും. അപ്പോൾ കൈനകരി എന്നുള്ള സ്ഥലത്ത് അവരെ നാട്ടിൽ ആ വള്ളത്തിലെ എല്ലായിടവും ഊന്നി നടന്നപ്പോൾ ചില വ്യാപാരങ്ങൾ, കച്ചവടങ്ങൾ കണ്ടുപോരൻ. ഒരു വലിയ കൃഷിക്കാരൻ്റെ വീട്ടിന് മുൻവശം കടലിൽ കപ്പൽ പോലുള്ള 2 വള്ളങ്ങൾ കിടക്കുന്നു. ആ വലിയ വീട്ടിൽ നിന്ന് ചാക്കുകളായി നെല്ല് വള്ളത്തിലേക്ക് കയറ്റി പോകുന്നുണ്ട്. അതിൽ ഇടങ്ങഴി നെല്ല് കോരന് കിട്ടിയിരുന്നെങ്കിൽ അവൻ അന്നുച്ചയ്ക്ക് പുഷ്പവേലിയിൽ നിന്ന് കഞ്ഞി കുടിച്ചു. പക്ഷേ ചിരിത അന്ന് അരിയിട്ട് തിളപ്പിച്ച വെള്ളം കുടിച്ചിട്ടില്ല. 2 നാഴി അരി കിട്ടിയാൽ അവൾ വല്ലത് കഴിക്കുമായിരുന്നു. എനിക്കൊരു 2 നാഴി അരി കിട്ടിയിരുന്നെങ്കിൽ. ഇത്രയും ചാക്ക് കണക്കിന് നെല്ല് കൊണ്ടുപോയപ്പോൾ കോരൻ ഇങ്ങനെ മനസ്സിൽ ചിന്തിച്ചു. അവൾക്കൊന്നും കിട്ടിയിട്ടില്ല. അന്ന് പുഷ്പവേലിൽ ഔസേപ്പിൻ്റെ വീട്ടിൽ നിന്ന് ഉച്ചയ്ക്കുള്ള കഞ്ഞി കോരൻ കുടിച്ചു കഴിഞ്ഞു. ഔസേപ്പ് നെല്ല് കൂലി കൊടുക്കാത്തത് എന്തുകൊണ്ടെന്ന് കോരന് മനസ്സിലായി. അപ്പോൾ ഔസേപ്പ് നെല്ല് ഈ പണിക്കാർക്ക് കൂലിയായിട്ട് കൊടുക്കാത്തത് എന്തുകൊണ്ടെന്ന് കോരന് മനസ്സിലായി. നമുക്ക് മനസ്സിലായി. എന്താണ്? രാത്രിയിൽ ഈ നെല്ലെല്ലാം ചാക്ക് കണക്കിന് വലിയ വള്ളങ്ങളിൽ കയറ്റി കച്ചവടം നടത്തുന്നതാണ് പതിവ്. അതാണ് ഇവർക്ക് ആർക്കും നെല്ല് കൂലിയായിട്ട് കൊടുക്കാത്തത്. കോരനും മനസ്സിലായി, നമ്മൾ വായനക്കാർക്കും മനസ്സിലായി. അപ്പം ഇങ്ങനെ ഔസേപ്പ് നെല്ല് കൂലി കൊടുക്കാത്തത് എന്തുകൊണ്ടെന്ന് കോരന് മനസ്സിലായി. നെല്ലിന് നല്ല വിലയുണ്ട്.
ഇങ്ങനെ രാത്രിയിൽ അവിടെയും കച്ചവടം നടക്കുന്നുണ്ടാവും. അരി കിട്ടാത്ത നീണ്ട പട്ടിണിക്കാലം കോരൻ മുമ്പിൽ കണ്ടു. ഇങ്ങനെ നെല്ലുവില ഇങ്ങനെ നിന്നാൽ പുഷ്പവേലിൽ നിന്ന് നെല്ലുകൂലി കിട്ടുകയില്ല തീർച്ച. ഇങ്ങനെ മനസ്സിലായി, നെല്ല് ഒരിക്കലും കൂലിയായിട്ട് കിട്ടുകയില്ല പുഷ്പവേലിൽ നിന്ന്. എൻ്റെ അമ്മ പണ്ട് പറഞ്ഞിട്ടുണ്ട്, അരി കിട്ടാത്തൊരു കാലം ഉണ്ടായിരുന്നിട്ടുണ്ടെന്ന് അവരുടെ ജീവിതത്തിൽ. അപ്പോൾ അങ്ങനെ അരി കിട്ടാത്ത ആ കാലത്ത് അവർ കഞ്ഞിയൊക്കെ ഉണ്ടാക്കാൻ, ചോറൊക്കെ ഉണ്ടാക്കാൻ വലിയ ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ ഗോതമ്പ് ചോറൊക്കെ വെച്ച് കഴിച്ചിട്ടുണ്ടെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ രാത്രിയിൽ നടക്കുന്ന വ്യാപാരത്തെ പരസ്യപ്പെടുത്തിയാലെന്ത്, നെല്ല് കൂലി കിട്ടിയില്ലെങ്കിൽ ജോലിക്ക് പോകാതിരുന്നാലെന്ത്, കോരൻ ചിന്തിച്ചു. അവൻ്റെ കൂട്ടുകാരെ എല്ലാം അവനറിയാം. അവർ ജോലിക്ക് പോകും, അവർ ഒറ്റപ്പെടും. പാതിരാക്ക് ശേഷം അപ്പോൾ അവൻ ഒറ്റപ്പെടും. അങ്ങനെ അവൻ ചിന്തിക്കുന്ന ആ ഭാഗം അത് ഒന്ന് വരച്ചിടണം. അതായത് അവൻ വിചാരിച്ചു, നെല്ല് ഇങ്ങനെയാണെങ്കിൽ നെല്ല് ഒരിക്കലും കൂലിയായിട്ട് കിട്ടുകയില്ല. അപ്പോൾ പിന്നെ ഈ രാത്രി നടക്കുന്ന ഈ വ്യാപാരത്തെക്കുറിച്ച്, കള്ളക്കച്ചവടത്തെക്കുറിച്ച് പരസ്യപ്പെടുത്തിയാലെന്ത്, മറ്റുള്ളവരോട് പറഞ്ഞാലെന്ത്, നെല്ല് കൂലി കിട്ടിയില്ലെങ്കിൽ ജോലിക്ക് പോകാതിരിക്കാം, അങ്ങനെ ചെയ്താലെന്ത് എന്നൊക്കെ ചിന്തിച്ചു. പല ചിന്തകളും മനസ്സിൽ വന്നു. അവൻ്റെ കൂട്ടുകാരെ അവന് നന്നായിട്ട് അറിയാം. പക്ഷെ അവരെല്ലാവരും എന്ത് ചെയ്യും, കൂടെ നിൽക്കില്ല. കാരണം അവരെല്ലാവരും പണിക്ക് പോകും. കാരണം പട്ടിണിയാവും. അതുകൊണ്ട് തന്നെ ആ പാവങ്ങൾ ഇവൻ്റെ കൂടെ നിൽക്കുകയില്ല. അപ്പോൾ അവൻ രണ്ട് കാര്യം ചിന്തിച്ചു. എന്താണ്, ഈ വ്യാപാരത്തെ പരസ്യപ്പെടുത്താം, അല്ലെങ്കിൽ നെല്ല് തന്നില്ലെങ്കിൽ പണിക്ക് പോകാതിരിക്കാം. പക്ഷേ ഇത് രണ്ടും നടക്കുന്ന കാര്യവുമല്ല. അത് വരച്ചിടുക അവിടെയും. പാതിരാക്ക് ശേഷം 6 കൊടുത്തു വാങ്ങിയ നാഴിയരിയും 4 ചക്രത്തിന് കപ്പയുമായി കോരൻ കൊട്ടിലിൽ ചെന്നു. അവൻ്റെ കുടിലിൽ ചെന്നു, കപ്പയുമായിട്ട് ചെന്നു. കുറച്ച് കപ്പയും വാങ്ങി, മരിച്ചീനിയും വാങ്ങി, നാഴി അരിയും വാങ്ങി. ചിരിത ഉറങ്ങിയിരുന്നില്ല. കതക് ഭദ്രമായി അടച്ചു കെട്ടി അവൾ അകത്തിരിക്കുകയാണ്. വള്ളം അടുത്ത ശബ്ദം കേട്ട് അവൾ പേടിച്ചു ചോദിച്ചു, ആരാ അത്, ഏനാടി എന്ന് പറഞ്ഞു. ആരാ ശബ്ദം കേട്ട്, വള്ളത്തിൽ വരുന്ന ശബ്ദമാണ് കേട്ട. കുടില് കതക് തുറക്കില്ല. അവൾ പേടിച്ച്. അവൾക്ക് ആൾ മനസ്സിലായി. അവൾ ചെറ്റ് തുറന്ന് അവൾ പുറത്തിറങ്ങി. അപ്പോൾ അങ്ങനെ അവൾ കോരനാണ് വരുന്നതെന്ന് മനസ്സിലാക്കിയിട്ട് ചെറ്റ തുറന്ന് പുറത്തിറങ്ങി. അപ്പോൾ അങ്ങനെ അരിയും കൊണ്ട് വരുന്ന കോരനെ കാത്ത് ഒരു കഞ്ഞിയും ഒന്നും കുടിക്കാതിരിക്കുന്ന ചിരിത ഭർത്താവിനെ സ്വീകരിച്ച് അകത്ത് കയറ്റുന്നു. ഇത്രയും നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഇത്രയും എടുത്ത് നിർത്തുകയാണ്. ബാക്കി ഭാഗം അടുത്ത ക്ലാസ്സിൽ ടീച്ചർ വായിച്ച് ആശയം പറയാം. നമ്മളെപ്പോഴും ടെക്സ്റ്റ് പാഠം വായിച്ച് തന്നെ കഥ മനസ്സിലാക്കി പോകും. അപ്പോൾ ഇത്രയും ടീച്ചർ ഇന്നെടുത്ത ഈ ക്ലാസ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ഷെയറും ലൈക്കും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യാം. ടീച്ചർ അടുത്ത ഭാഗവുമായി വീണ്ടും എത്തുന്നു.